ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ISRO എക്സാമിന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 60 ചോദ്യങ്ങളോളം തിയറിയാണ്, ബാക്കിയുള്ളത് കാൽക്കുലേഷൻ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും റിലേറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു എക്സാമിനെ നമുക്ക് ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നടന്നിട്ടുള്ളത് 18-ാം തീയതി ആയിരുന്നു. എന്നാൽ ട്രേഡ്സ്മാൻ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 19-ാം തീയതി ആയിരുന്നു. സോ ഞാൻ പൂർണ്ണമായിട്ടും ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എന്ന് പറയുന്ന എക്സാമിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. തിയറി ടെക്സ്റ്റ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ തിയറി എക്സാമിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. സോ എനിക്ക് 55ഓളം ഉത്തരങ്ങൾ ശരിയാക്കാൻ കഴിഞ്ഞു. ദെൻ ചുമ്മാതെ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ നമ്മൾ വരുന്നത് മോശമാണ്. ഞാനും അറ്റൻഡ് ചെയ്തു, കുറേ നെഗറ്റീവ് വാരി കൂട്ടുകയും ചെയ്തു. ഓക്കെ, സോ എന്ത് തന്നെയായാലും ഒരു അനുഭവത്തിന് പുറത്ത് ഒരു അനുഭവമാകട്ടെ എന്നുള്ള രീതിയിൽ മാത്രം അറ്റൻഡ് ചെയ്ത ഒരു എക്സാമാണ്. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നാലും 80-ൽ 50, 55 എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ സ്കോറാണ് ISROയെ സംബന്ധിച്ച്. എന്ത് തന്നെയായാലും തിയറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരുന്നു. സാധാരണ ഒട്ടും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരുന്നു. ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നിലവാരത്തിലേക്ക് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത് വരാം. അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഒരു എക്സാമിൽ ഞാൻ മറ്റൊരാളുടെ സ്കോർ കൂടി ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, തിയറിയിൽ 60 ചോദ്യങ്ങളിൽ 58 എണ്ണം കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം അറ്റൻഡ് ചെയ്ത 100 ചോദ്യങ്ങളാണോ? ഒരിക്കലും അല്ല. അദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 86 ചോദ്യങ്ങൾ ശരിയാക്കുകയുണ്ടായി, 6 ചോദ്യങ്ങൾ തെറ്റാക്കുകയുണ്ടായി. എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് 84 ആണ്. എൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 85 ശരിയാക്കുകയുണ്ടായി. ഒട്ടും മടി കാണിച്ചില്ല, 11 തെറ്റാക്കുകയുണ്ടായി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്ക് 81.33 മാർക്കാണ്. കഴിഞ്ഞ ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങിൻ്റെ ഒരു ശരാശരി ഫിറ്റർ ഉദ്യോഗാർത്ഥിയുടെ മാർക്കിനെ പല രീതിയിലും കൂട്ടിയും ഗുണിച്ചും കുറച്ചും അരിച്ചും എല്ലാ രീതിയിലും നോക്കി ഞാൻ അതിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എത്രയൊക്കെ പഠിച്ചാലും നെഗറ്റീവ് എടുക്കാതെ കടന്നു പോകുന്ന ഉദ്യോഗാർത്ഥി ഹൈ ടാലൻറ്റഡ് ആയിരിക്കും ഒരു പക്ഷേ. സോ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു നല്ല എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് എന്ന് 84, 85, 86, 87, 88 ഇതത്രയൊക്കെയാണ്. ദ ഡയറക്ഷൻ ഓഫ് ലോഡ് ആക്ടിങ് ഇൻ ജേണൽ ബിയറിംഗ് ഈസ് ഡാഷ്. ഉത്തരമെന്ന് പറയുന്നത് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. 60 ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. ഐഡൻറ്റിഫൈ ദ ടൂൾ. ഈ ഒരു ടൂളിനെയാണ് എന്തുവെന്ന് പറയുന്നത് ഹൂക്ക് സ്പാനർ എന്ന് പറയുന്നത്. പൊതുവേ എളുപ്പമുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. സ്റ്റെറൈറ്റ് ഈസ് എ ടൂൾ മെറ്റീരിയൽ ആൻഡ് ഈസ് അതെന്ന് പറയുന്നത് എന്താണ്? നോൺ ഫെറസ് മെറ്റീരിയൽ ആണ്. ലെയ്ത്തിൽ നിന്നുള്ള മെറ്റാലിക് ആൻഡ് മെറ്റീരിയൽ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് യൂസ്ഡ് ഇൻ ലെയ്ത്ത് ആർ ബോത്ത് A and B എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത്. ദ കട്ടിംഗ് ഫ്ലൂയിഡ് ഓഫർ ഫംഗ്ഷൻ ആസ് എ അതെന്ന് പറയുന്നത് പ്രിവെൻറ്റിംഗ് ദ ചിപ്പ് ഫ്രം ഗെറ്റിംഗ് വെൽഡഡ് ടു ദ ടൂൾ കട്ടിംഗ് എഡ്ജ് ടു ഫ്ലഷ് അവേ ദ ചിപ്സ്, ലൂബ്രിക്കേഷൻ ആക്ഷൻ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ചിപ്പ് ആൻഡ് ദ ടൂൾ ഫേസ്. ഓൾ ഓഫ് ദി എബോ ആണ് ഉത്തരവായിട്ട് വരുന്നുണ്ടാവുക. ഐഡൻറ്റിഫൈ ദ ന്യൂമാറ്റിക് സിമ്പൽ ഏതാണ്? ഇതെന്ന് പറയുന്നത് ഫിൽറ്ററാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫിൽറ്ററാണ്. ഓക്കെ, സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ The interlocked air bubbles and spark in the hydraulic pipelines and component is called cavitation എന്നാണ് പറയുന്നത്. ഓക്കെ, the surface roughness expected from lapping process is ഏതാണ്? അതെന്ന് പറയുന്നത് 0.012 to 0.16 മൈക്രോ ആണ്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് കോട്ടിംഗ് ഫാക്ടർ ഫോർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ 1.6 to 2.2 ആണ്. ഓക്കെ, പിന്നെ ഫയലിംഗ് ഈസ് യൂസ്ഡ് ഓഫ് ഫയൽ ഓഫ് എ മെറ്റൽ പീസ്
ദ ചിപ്പ് ഫയലിംഗ് വിൽ ക്ലോഗ്ഡ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ഫയൽ. ദിസ് ഈസ് നൗൺ ആസ്. ഇതിനെയാണ് പിന്നിങ് ഓഫ് ഫയൽസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ദ ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി ഓഫ് ആൻ ഓയിൽ ബൈ വിർച്യൂ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ഓർ ലോഡ് വിത്തൗട്ട് സ്ക്യൂസിങ് ഔട്ട് ഫ്രം ബിയറിംഗ് സർഫസ് എന്ന് പറയുന്നതാണ് വിസ്കോസിറ്റിയാണ്. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങിൻ്റെ സിലബസിൽ ഉണ്ടായിരുന്നതല്ല. പക്ഷേ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം, 1 മാസത്തോളം എൻ്റെ കയ്യിൽ ടൈം ഉള്ളതുകൊണ്ട് തന്നെ സേഫ്റ്റിയും പൈപ്പ് ഫിറ്റിങ് അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ തന്നെ കവർ ചെയ്തു. ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു. കാരണം പല രീതിയിലെ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷേ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദ്യം വന്നത്. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ സെലക്ഷൻ ഓഫ് സോളർ ഫ്ലക്സ് ഡിപ്പെൻഡ് ഓൺ സെലക്ഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ആൾ ഓഫ് ദി എബോ ആണ്. വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ സോൾഡറിംഗ് പ്രോസസ്സ്, മെറ്റീരിയൽ ടു ബി ജോയിൻഡ്, ആൾ ഓഫ് ദി എബോ, അതാണ് ഉത്തരം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, സൈൻ ബാർ യൂസ്ഡ് when sign bar are used when a high degree of accuracy to less than 1 minute needed for. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? മെഷറിംഗ് ആംഗിൾസ്, മാർക്കിംഗ് ഔട്ട്. ബോത്ത് എ ആൻഡ് ബി ആണ് ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ദെൻ ക്യാപ് സ്ക്രൂസ് ആർ മാനുഫാക്ചേർഡ് ടു ഡാഷ് ലെസ് ദാൻ ടോളറൻസ് ദാൻ ടു മെഷീൻ ബോൾട്ട് എന്നുള്ളതാണ് ക്ലോസർ ദാൻ. ഓക്കെ. അതിൻ്റെ ടൈപ്പ് ഓഫ് ത്രെഡ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്മിഷൻ, മോഷൻ ഓർ പവർ എന്നുള്ളതാണ്. സോ സ്ക്വയർ അല്ലെങ്കിൽ ട്രപ്പീസിയോയിഡൽ ത്രെഡ്സ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഐഡൻറ്റിഫൈ ദ സ്റ്റാൻഡേർഡ് സെൽഫ് റിലീസിങ് ടേപ്പർ എന്നുള്ളതാണ് ഉത്തരം എന്ന് പറയുന്നത് 7/24 ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ഓഫ് ദ ഡ്രിൽ മേ ബി ഡ്യൂ ടു. ഉത്തരം എന്ന് പറയുന്നത് to high cutting speed and feed rate, drill is not sharp, point angle is not correct, all of the above എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡാഷ് is defined as the ratio between pitch diameter to the number of teeth of a gear. ഉത്തരം എന്ന് പറയുന്നത് മൊഡ്യൂളാണ്. ഓക്കെ. അടുത്ത ചോദ്യം, an AC welding transformer is basically a dash transformer. ഏതാണ്? എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ദ മെയിൻ ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട് ടു 440 വോൾട്ട്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാഷ് ഇസ് എ ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്. അതെന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡിസ്ട്രാക്റ്റീവ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. അതായത് ആ ഒരു മെറ്റീരിയൽ ഡിസ്ട്രാക്റ്റീവ് ആക്കണമെന്നുള്ളതാണ്. അപ്പം ഇവിടെ മറ്റ് ഇതൊന്നും ഡിസ്ട്രാക്റ്റീവ് ആക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് ആൻസറായിട്ട് വരുന്നുണ്ടാവുക. അതായത് കറക്റ്റായിട്ട് നമ്മുടെ ട്രേഡ്സ്മാനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നെന്നുള്ളതാണ് ഏറ്റവും ഇവിടെ കാര്യം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മാത്സ് ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ നടന്നു പോയേനെ. എ സർക്കുലർ സൈൻ ബോർഡ് വിത്ത് വൈറ്റ് സിമ്പിൾ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഈസ് എ മാൻഡേറ്ററി സൈൻ ആണ്. ഓക്കെ. JEE ഫിറ്ററിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് യൂസ്ഫുൾ ആവും. വിച്ച് ജാപ്പാനീസ് മെത്തോഡോളജി ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ബെറ്റർ ഷോപ്പ് ഫ്ലോർ മെയിൻ്റനൻസ് എന്നുള്ളതാണ്. 5S കൺസെപ്റ്റ് ആണ്. ഓക്കെ. സീരീസ്, ഈസോ, സീക്കറ്റ്സോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അതൊക്കെ അത് ട്രേഡ്സ്മാനിൻ്റെ സേഫ്റ്റിയിൽ മൊഡ്യൂൾ ഉണ്ടായിരുന്നില്ല. ജനറലി ഹാവ് ഓയിലി പ്രോപ്പർട്ടി ആൻഡ് ദി ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ്. ഉത്തരം എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ്, സോളിഡ്സ് ആൻഡ് സെമി ഫ്ലൂയിഡ്സ് ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ റെക്കമെൻഡ് കട്ടിംഗ് ഫ്ലൂയിഡ് ഡ്യൂറിങ് ഡ്രില്ലിംഗ് ഓഫ് അലൂമിനിയം എന്നുള്ളത് ഏതാണ്? കെറോസിൻ ആണ്. പിന്നെ അടുത്തത് ഈ ഡ്രൈവ് സിസ്റ്റം യൂസ്ഡ് ഫോർ മോഷൻ ട്രാൻസ്മിഷൻ അറ്റ് കൺസ്റ്റൻറ്റ് വെലോസിറ്റി റേഷ്യോ വിത്തൗട്ട് ക്രീപ്പ് ആൻഡ് സ്ലിപ്പേജ് എന്നുള്ളതാണ് ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ്. ആസ് ദ ഡയമീറ്റർ ഓഫ് ദ വയർ ഡിഗ്രീസസ് ദ ഗേജ് നമ്പർ, സ്റ്റാൻഡേർഡ് വയർ ഗേജ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ പാരൽ കീ വിത്ത് റൗണ്ടഡ് എൻഡ് ഈസ് കാൾഡ് ഫെദർ കീ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ അടുത്തത്, ടു ഗെറ്റ് റീമഡ് ഫിനിഷഡ് സൈസ് ദ ഡ്രില്ലഡ് ഹോൾ സൈസ് ഷുഡ് ബി ഡാഷ് റീമഡ് സൈസ് സ്മാളർ ദാൻ റീമഡ് സൈസ്. ഡാഷ് ആർ യൂസ്ഡ് വെൻ ദ ഡ്രിൽ ടേപ്പർ ഷാങ്ക് ഈസ് ബിഗർ ദാൻ മെഷീൻ സ്പിൻഡിൽ. ഏതാണ്? ടേപ്പർ സ്ലീവ് ആൻഡ് സോക്കറ്റ് എന്നുള്ളതാണ്. ഓക്കെ. ഐഡൻറ്റിഫൈ ദ സോളിഡ് ജോയിൻറ്റ് യൂസിങ് ഷീറ്റ് മെറ്റൽ വർക്ക്. ഇത് ഏതാണ്? പരിചയമുണ്ടോ? ഫിഗർ നോക്കി പഠിക്കുന്നവർക്ക് പരിചയം ഉണ്ടായിരിക്കും. പക്ഷേ എന്താ പറയുക, ഓപ്ഷൻസിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ഫോളോയിങ് ഗിയർസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ആൻഡ് പവർ ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്, സ്പർ ഗിയർ ആൻഡ് ഹെലിക്കൽ ഗിയർ. അടുത്തത് 113 ഡിഗ്രി ഫാരൻഹീറ്റിനെ കെൽവിൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു ചോദ്യത്തിലൂടെ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ടൈപ്പ് ഓഫ് ഡ്രിൽ യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഡ്രില്ലിംഗ് വർക്ക് ഈസ്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് N ആണ്. ഓക്കെ.
ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദ പർപ്പസ് ഓഫ് ദി ഡാഷ് ഈസ് കണക്ട് ഡിസ്കണക്ട് വേരിയസ് മെക്കാനിസം ദ പവർ സോഴ്സ് എന്ന് പറയുന്നത് ക്ലച്ചാണ്. എക്സാമ്പിൾ ഓഫ് തെർമോസിസ്റ്റ് പ്ലാസ്റ്റിക് ഈസ് ഐഡൻറ്റിഫൈ ദ ഒപ്റ്റിക്കൽ എലമെൻറ്റ് ഓർ എയ്ഡ്സ് യൂസിങ് ഡ്യൂറിങ് മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ദ പ്രോസസ് ഓഫ് ഷേപ്പിംഗ് ദ ഗ്രൈൻഡിംഗ് വീൽ ടു മേക്ക് റൺ കോൺസെൻട്രിക് വിത്ത് ഷാർപ്പ് ആക്സിസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് മൗണ്ടഡ് ഈസ് കാൾഡ്. ഉത്തരമെന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. ഇൻ എ റിവറ്റഡ് ജോയിൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് pressing the whole surface of the edge the plate is called pullering. അതായത് what is the nominal tensile stress of the screw whose property class is mentioned as 7.9 എന്നുള്ളതാണ്. 700 MPa. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ട്രേഡ്സ്മാനിൽ വന്നിരുന്നെങ്കിൽ പിന്നെയും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം നല്ല രീതിയിൽ ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യാത്തവർക്ക് കിട്ടുകയില്ല, എന്നാൽ ഒട്ടു നമുക്ക് അഡ്വാൻറ്റേജ് വായിപ്പോയേനെ. കാരണം ഈ 7.9 ഇതെന്ന് പറയുന്ന ആ സ്ക്രൂസ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു എന്താ പറയുക തേർഡ് സെം ഫസ്റ്റ് വോളിയം ആണെന്ന് തോന്നുന്നു. അതിനകത്തുള്ള പോയിൻസിൽ നിന്നുള്ള ചോദ്യമാണ്. എ പൈപ്പ് ഈസ് ബെൻഡ് 90 degree വിത്ത് മീൻ റേഡിയസ് 100 mm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് കർവ്ഡ് പോർഷൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ആൻ ഐസോമെട്രിക് ത്രെഡ് ഈസ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും. 60 degree ആണ്. ദെൻ അടുത്തത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ്. സങ്ക് ലാബ് ജോയിൻ്റ് ആണ്. ദ റേറ്റ് ഓഫ് ഫീഡ് ഇൻ ഡിപ്പെൻഡ് ഓൺ ഓൾ ഓഫ് ദി എബോവ് ആണ്. മെറ്റീരിയൽ ടു ബി കട്ട്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ദ ഫിനിഷ് റെക്യൂർഡ്, ആൾ ഓഫ് ദി എബോവ് ആണ്. ആൻ ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് എ ഹോൾ ഗിവൺ ഡെപ്ത് ടു ഹൗസ് ഹെഡ് ഓഫ് സോക്കറ്റ് ഹെഡ് ക്യാപ് സ്ക്രൂസ് ആസ് എ കൗണ്ടർ ബോറിങ് തന്നെയാണ്. ഡാഷ് ഈസ് എ മെഷർ ഓഫ് മെറ്റൽസ് എബിലിറ്റി വിത്ത് സ്റ്റാൻഡ് സ്ക്രാച്ചിങ് എ വിയർ അബ്രാഷൻ ആൻഡ് പെനട്രേഷൻ. ഒരു സംശയമില്ല, ഹാർഡ്നെസ് ആണ്. ഓക്കെ. ഡാഷ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു മെഷർ ദ പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ക്രൂ പിച്ച് ഗേജ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ദ പോയിൻ്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രില്ല് 180 degree ആണ്. അടുത്തത് എ 80 mm ലോങ് വി ബ്ലോക്ക് കാപ്പബിൾ ക്ലാമ്പിംഗ് വർക്ക് പ്ലേറ്റ് ഹാവിംഗ് ഡയമീറ്റർ ബിറ്റ്വീൻ 10 to 50 mm സപ്ലൈഡ് വിത്ത് മാച്ച്ഡ് പെയർസ് ആൻഡ് ഗ്രേഡ് എ വിൽ ഡിസൈൻഡ് എസ്. എങ്ങനെയാണ് വി ബ്ലോക്ക്? M80 150 IS 2949. എല്ലാ ഡിസിഗ്നേഷനും ഈ ഒരു സമയത്ത് ട്രേഡ്സ്മാൻ ഫിറ്റിങ് 19 ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിലും കൺഫ്യൂഷനൊന്നും വന്നില്ല. ദ ടെൻഷൻ ഓഫ് ബെൽറ്റ് വെൻ ടു പുള്ളീസ് ആർ ഫിക്സ്ഡ് റിലേറ്റഡ് ടു ഈച്ച് അതർ അഡ്ജസ്റ്റഡ് ബൈ എങ്ങനെയാണ്? എള്ളർ പുള്ളിയാണ്. ദെൻ ഫോർ എ ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ദ ലീഡ് ഈസ് ഡാഷ് ദ പിച്ച് ഓഫ് ത്രെഡ്. എങ്ങനെയാണ്? ട്വൈസ്, 2 തവണ ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് കീ മാർക്കഡ് ആസ് ജിബ് ഹെഡ് കീ ആണ്. ദ ഡാഷ് ആർ യൂസ്ഡ് മേക്കിംഗ് എക്സ്റ്റേണൽ ത്രെഡിങ് ഓഫ് സിലിണ്ടറിക്കൽ സർഫസ്. ബോത്ത് എ ആൻഡ് സി എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ്? ഡൈസും വരുന്നുണ്ട്, ലെയ്ത്ത് മെഷീനും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ദെൻ അടുത്തത് ആൻ അലോയ് ഓഫ് ലെഡ്, ടിന്ന്, കോപ്പർ ആൻഡ് ആൻറ്റിമണി. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു ചോദ്യത്തിലൂടെ ഡിസ്കസ് ചെയ്ത് പോയി എന്ന് വിശ്വസിക്കുന്നു. ബാബിറ്റ്, ഇത് എല്ലാവർക്കും മാർക്കും വന്നിട്ടുണ്ട് കേട്ടോ. ലെഡ്, ടിന്ന്, കോപ്പർ ആൻഡ് ആൻറ്റിമണി. ബാബിറ്റ് മെറ്റൽ അല്ലെങ്കിൽ വൈറ്റ് മെറ്റൽ, ഇത് രണ്ടും അതിൻ്റെ ആൻസറായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും. ഇൻ എ ഗ്രൈൻഡിംഗ് വീൽ ഡിസൈനേഷൻ ദ പാരാമീറ്റർ വിച്ച് ഷോ സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ഈസ് ഗ്രേഡ്. ദ ടൈപ്പ് ഓഫ് അസോസിയേറ്റഡ് വിത്ത് സോൾഡ് മെറ്റീരിയൽസ് അതർ ദാൻ മെറ്റൽസ് ആൻഡ് ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് ഈസ് ആൻസർ ക്ലാസ് എ. യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഈസ് സീമെൻസ്. ഈ ചോദ്യം ഞാൻ അറ്റൻഡ് ചെയ്തില്ല, പക്ഷേ ഇപ്പോഴാണെന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സിനകത്തുനിന്ന് കുറച്ചുകൂടി നമുക്ക് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് നോക്കുന്ന സമയത്ത് 7 SI യൂണിറ്റുകൾ മാത്രമേ നോക്കേണ്ടി വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് റെയിൽവേൻ്റെ ഫിസിക്സ് ടോപ്പിക്കിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡെപ്തിൽ നോക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. 2 pipe have external thread at their end need to join the straight lines which pipe element is used for joining coupling. The standard system limit and fit where the size of the hole is kept constant and the size of the shaft is varied get different class of fit, then it is known as hole basis system. Specific gravity diesel oil
സോ ഇൻ എ ഗ്യാസ് വെൽഡിംഗ് ദ അസറ്റൈലിൻ സിലിണ്ടർ ഈസ് കോട്ടഡ് വിത്ത് ഏത് കളറാണ്? മെറൂൺ കളറാണ്. ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് പാറ്റേൺ ഓഫ് എ ഷീറ്റ് മെറ്റൽ ഒബ്ജക്റ്റ് ഏതിനാണെന്ന് പറയുന്നത്? ലേഔട്ട് വർക്ക്. വെൻ ഒബ്ജക്റ്റ് മൂവ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് വിത്ത് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദെൻ ഡിസ്റ്റൻസ് മൂവ്ഡ് ഈസ് കാൾഡ് ഡാഷ് വർക്ക് എന്നാണ്. ദെൻ one of the precautions to be observed during lapping process is keep the lap moist always എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വന്നുള്ളത്. ഇതിനടുത്തത് ഓക്കെ, a nut used where frequent adjustment or removal is needed and can loosened or tightened rapidly without the need of wrench or spanner. wing nut ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്യാവശ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കമ്പാരിറ്റീവ്ലി ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് എളുപ്പം. എക്സെപ്റ്റ് ചെയ്താണ് 20 ചോദ്യങ്ങൾ മാത്സ് അല്ലെങ്കിൽ സയൻസിൽ നിന്നുള്ളത്. 60 ചോദ്യങ്ങൾ തിയറി ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ളത് ISRൻ്റെ എക്സാം തന്നെയായിരുന്നു. ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് കുറച്ചുകൂടി ടഫായിട്ടുള്ള എക്സാമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം കൂടിയുണ്ട്, കൂടുതൽ എക്സാമുകൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ JI പോലുള്ള എക്സാമിന് ഉപകരിക്കും. അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 4 എക്സാമുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5ാമത് മുതലുള്ള ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. താങ്ക് യു.